രീതി നമ്മൾ കാണുകയാണ്. ഇനി നമ്മളൊരു സങ്കീർത്തനം വായിക്കുമ്പോൾ ഇതിങ്ങനെയാണല്ലോ എന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഇത് പല വിജയഗീതങ്ങള്, തീർത്ഥാടന ഗീതങ്ങള്, സിയോൻ ഗീതങ്ങള്. ഈ തീർത്ഥാടന സിയോൻ ഗീതങ്ങൾ നമ്മൾ ഇന്ന് കുറച്ചും കൂടെ കാണും. അപ്പൊ അതുകൊണ്ട് നോടി ആരാധനാക്രമ ഗീതങ്ങള്, ഇങ്ങനെ പല വിഷയങ്ങളെ കുറിച്ച് ഡീല് ചെയ്യുന്ന വസ്തുതകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ചരിത്രപരമായിട്ടുള്ള ഗീതങ്ങള്, നീതിയുടേത്, നന്ദി, യാചന, അതൊക്കെ നമ്മൾ കണ്ടു. ഇങ്ങനെ പല വിധത്തിലുള്ള മിക്സഡ് സ്റ്റൈലോട് കൂടി, അല്ലെങ്കിൽ ലിറ്റററി ജോൺർ എന്ന് പറയും. ജോൺർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഞ്ച് വാക്കാണ്. ഈ ഭാഷാ ശൈലികൾ നമുക്ക് ഒരു ഉദാഹരണത്തിനകത്ത് പലത് കാണാനായിട്ട് പറ്റും. ഇനി നമ്മളിപ്പോ കണ്ടത് സ്തുതിപ്പുകള്. ഈ സ്തുതിപ്പുകളുടേതിന്റെ അകത്ത് തന്നെ മൂന്ന് വിധത്തിലുള്ള ഉപവിഭാഗങ്ങളുണ്ട്. ഒന്ന്, സ്തുതിക്കാനായിട്ടുള്ള ആഹ്വാനം. 2, സിയോനെ കേന്ദ്രീകരിച്ചുള്ള ഗീതങ്ങൾ. 3, ദൈവഭരണ കീർത്തനങ്ങള്. ഇനി സിയോനും ജെറുസലേമും തമ്മിലുള്ള പ്രത്യേകത എന്നതാ? അറിയാവുന്നവർക്ക് പോയിന്റ് വരുവേ, പെട്ടെന്ന് പറഞ്ഞു. യെസ്, പോയിന്റ് എനിക്കാണ്. എന്റെ മാർക്ക് ആരിടുവാവോ? ഇത്രേ ഉള്ളൂ. ഈ സിയോനും ജെറുസലേമും എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാ. സിയോനെ പ്രകീർത്തിച്ചുള്ള ഗീതങ്ങൾ എന്ന് പറയുന്നതും ജെറുസലേമിനെ പ്രകീർത്തിച്ചിട്ടുള്ള ഗീതങ്ങൾ എന്ന് പറയുന്നതുമെല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ഇത് നമ്മൾ കാണുന്നു. ഇനി നമ്മൾ കാണുന്നത് ഒരു ഉദാഹരണത്തിന് സങ്കീർത്തനം 106:1-4. അത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നിങ്ങളുടെ തന്നെ ബൈബിളിൽ നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. ഇവിടെ സ്തുതിക്കാനായിട്ടുള്ള ഒരു ആഹ്വാനം കാണും. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ കമാൻഡാണ്. നീ ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. ഈ വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകണേ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. വീണ്ടും കർത്താവിനെ പാടിപ്പുകഴ്ത്തുവിൻ. ചുമ്മാ പുകഴ്ത്തിയ പോരാ, പാടിപ്പുകഴ്ത്തുവിൻ. ഇനി ഒന്നും കൂടെ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണേ. ഇത് ഞാനങ്ങ് വായിച്ചു വിട്ടു. നോക്ക്, ആദ്യത്തെ ലൈൻ, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഈ പഴയ പാട്ട് പാടിയ പോരെ, എന്തിനാ പുതിയ കീർത്തനം ആലപിക്കുന്നത്? നമ്മൾ എപ്പോഴാണ് നമുക്ക് പാട്ടുകളൊക്കെ വരുന്നത്? ഒരുപക്ഷെ നല്ല സന്തോഷത്തിന്റെ സമയം, വേദനയുടെ സമയം, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ. ഇനി പുതിയ കീർത്തനം ആലപിക്കുവിൻ. എന്തിനാ? ഇന്നത്തെ ദിവസം എന്റെ തമ്പുരാൻ എന്റെ ജീവിതത്തിലേക്ക് നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പുതിയ കീർത്തനം ആലപിക്കണം. ഓരോ ദിവസവും നമ്മൾ കവിതകൾ എഴുതണം. എന്ത് പുതിയ കീർത്തനങ്ങള്! എത്ര കൃപയാ ദൈവം നമുക്ക് നൽകുന്നത്. ഇനി വീണ്ടും 100-ന്റെ അകത്ത് നമ്മൾ കൊണ്ട് ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. ഇതാ ഇവിടെയും പറയുന്നത് തന്നെ, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ഇത് നമുക്ക് സമർപ്പിതർക്ക് മാത്രം പറ്റുന്നതാണ്, ഇതുപോലെ കർത്താവിനെ സ്തുതിക്കാൻ. ഞങ്ങളുടെ സ്ഥാപക പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഈശോയുടെ തിരുഹൃദയത്തിന് നിരന്തരം ആരാധനയും സ്തുതിയും കൃതജ്ഞതയും പരിഹാരവും അർപ്പിക്കുവാൻ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നുവെന്ന്. അതുപോലെ തന്നെ നമുക്ക് ഇല്ലേ, നമ്മുടെ പിതാവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് എന്തിനാ? നിരന്തരം കർത്താവിനെ സ്തുതിക്കാനായിട്ട്. നമ്മളുടെ ഈ വിശുദ്ധ വസ്ത്രത്തിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു മനുഷ്യരൂപമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ നിയോഗമാണ്. കർത്താവിനെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. എന്റെ ജീവിതത്തില് ഞാനിപ്പോൾ എന്റെ ചിന്തകൾ എന്നത്, ഒരു ദിവസം ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു. ഞാൻ എന്നതാ ചിന്തിക്കുന്നത്? നിരന്തരം കർത്താവിനെ പാടിപ്പുകഴ്ത്തുവാൻ ഞാൻ ഈ പ്രപഞ്ചത്തിലോട്ട് ഇറങ്ങി നടക്കുമ്പോൾ, ഓരോ പ്രപഞ്ച വസ്തുക്കളെ കാണുമ്പോഴും, ഒരു മണൽത്തരി കാണുമ്പോഴും, ഒരു മരം കാണുമ്പോഴും എനിക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ പിന്നിലെ കർത്താവിനെ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇതൊരു സാധാരണക്കാരൻ ഒരു ഹെബ്രായം പാടിയ പാട്ടായത്. മൂന്നും ആദ്യം പാടുന്നതാണ് കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഒരു കുഞ്ഞ് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇരുന്നുകൊണ്ട് നമ്മളൊക്കെ മഠത്തിലിരുന്ന് പാടുന്നത് പോലെ. പിന്നെ പറയണം, പ്രപഞ്ചത്തോട് പറയണം, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ.
വീണ്ടും സെയിം തിങ് തന്നെ ആവർത്തിക്കുക. കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ നാമം എന്നാന്ന് പഠിപ്പിക്കാം. അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. കണ്ടോ? ഇനി വേറൊരു ട്വിസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും മിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ കർത്താവുമായിരിക്കുമെന്നുകൊണ്ട്. ഇവിടെ ജനതകളുടെ ഇടയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഓരോ വാക്കിനും ഒത്തിരി ആഴത്തിലുള്ള അർത്ഥമാ. എന്നത് ജനതകള്, ദൈവം തെരഞ്ഞെടുത്ത ജനതകള്. നമുക്കറിയാം 12 ഗോത്രങ്ങളുണ്ട്. ഇവരുടെ ഇടയില് കർത്താവിനെ സ്തുതിക്കും. ഇനി ഈ ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് കാലഘട്ടം ഒന്നെങ്കില് ദാവീദിന്റെ കാലഘട്ടം, അല്ലെങ്കിൽ ഇത് സോളമന്റെ കാലഘട്ടം ആകാനായിട്ടാണ് സാധ്യത. കാരണം അതിനുശേഷം രാജ്യം 2ആയി വിഭജിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. ഈ ഒരു വാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തീരുമാനിക്കും, ഒന്നെങ്കിൽ ഈജിപ്തിൽ നിന്നുള്ള എത്ര അടിമത്തങ്ങൾ ഉണ്ടായിരുന്നു? പഠിപ്പിച്ചല്ലേ ഞാന്? 5 തെറ്റിപ്പോയല്ലോ ഫാത്തിമ. വേറെ ആർക്കും ഇല്ല? 7 ഫാത്തിമയാണെങ്കിൽ അതും തെറ്റി. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ? 3 ഞാൻ നിങ്ങളെ അത് പഠിപ്പിച്ചായിരുന്നോ? ഓർക്കുന്നുണ്ടോ? കാലഘട്ടങ്ങളെ പഠിപ്പിച്ചേ. എന്തോ? സങ്കീർത്തനത്തിന്റെ കാലഘട്ടങ്ങളെ ഞാൻ ഇപ്പം പഠിപ്പിക്കാൻ പോവാ. ഇനി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണേ. കാരണം ഞാൻ നിങ്ങളെ അല്ല പഠിപ്പിച്ചത്, സോറി. ഓക്കെ, ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും 6 അടിമത്തങ്ങളുണ്ട്. എത്രയാ? 6. ഇനി പഠിപ്പിക്കുകയാണേ, ശ്രദ്ധിച്ചു കേട്ടിരുന്നോണേ. ഒന്നാമത്തേത് നമുക്കറിയാം, ഇസ്രായേൽക്കാർ ഈജിപ്തിന്റെ അടിമത്തത്തിലായി. 2 അസീറിയ, 3 ബാബിലോൺ, 4 പേർഷ്യ, 5 ഗ്രീക്ക്, 6 റോം. കിട്ടിയോ? ഒന്നുകൂടെ പറയാൻ പോവുക. 6ാമത്തേത് ഏതായിരുന്നു? റോമക്കാരുടേത്. 5ാമത്തേത് ഗ്രീക്ക്, പിന്നെ 4ാമത്തേത് പേർഷ്യ, 3ാമത്തേത് ബാബിലോൺ, 5ാമത്തേത് അസീറിയ. സോറി, 5ാമത്തേതല്ല, 2ാമത്തേത് അസീറിയ, 1ാമത്തേത് ഈജിപ്ത്. പറഞ്ഞു, ഒരുമിച്ച് പറഞ്ഞു. ഈജിപ്ത്, അസീറിയ, ബാബിലോൺ, ഗ്രീക്ക്, റോം. പഠിച്ചു കഴിഞ്ഞില്ലേ? എടുക്കല്. ഇനി കമ്മ്യൂണിറ്റിയില് അടുത്ത ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ് നിങ്ങൾ അങ്ങോട്ട് ഒന്ന് പറഞ്ഞുറപ്പിച്ചോണം. കാരണം ഓരോ കമ്മ്യൂണിറ്റിക്ക് ഇന്ന് ഫാത്തിമയ്ക്ക് മാത്രമാണ് മാർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നി. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി അവസാനമേ. ഓക്കെ, പലർക്കും കിട്ടിയിട്ടുണ്ടല്ലേ? എടുക്കല്. ഇനി നിങ്ങൾക്ക് മാർക്കുകൾ കൂടുതൽ കിട്ടാനായിട്ടുള്ള നല്ല വഴികൾ ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എത്രമാത്രം ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ യാമ പ്രാർത്ഥനകൾ നമുക്ക് ഒരുമിച്ച് ചെല്ലാൻ പറ്റുന്നുണ്ട്, അവിടെയൊക്കെ നമുക്ക് എക്സ്ട്രാ മാർക്കുകൾ വീഴുവേ. യെസ്. ഇനി ഇവിടെ പറയാണ്, ജനതകളുടെ ഇടയില് ഈ പ്രവാസങ്ങൾ ഇങ്ങനെ 6 തരത്തിലുണ്ട്. ഇത് നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഈ പുസ്തകങ്ങൾ ആദ്യന്തം നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളുടെ ബേസിലാണ് പലപ്പോഴും ഈ രചനകൾ മുഴുവനും പോയിരിക്കുന്നത്. വീണ്ടും ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന ഒറ്റ രാജ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനെ സോളമന് ശേഷം 2ആയിട്ട് തിരിക്കുകയാണ്. അത് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പൊ ഒറ്റ ഒരു ഇതിനു വേണ്ടി മാത്രമാണ്. സോളമന് ശേഷം 2ആയിട്ട് രാജ്യം വിഭജിക്കപ്പെടുകയാണ്. ഇത് കണ്ടോ, ഇവിടെ വരുമ്പോൾ ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ഈ 12 ഗോത്രങ്ങളുണ്ട്, അതാണ് ഈ ജനതകള്. ഇവരുടെ ഇടയിൽ കർത്താവിന്റെ മഹത്വം പ്രഘോഷിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തകൻ ഇങ്ങനെ സ്തുതിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. വീണ്ടും 4ാമത്തെ വചനം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, കീ എന്ന് പറയുന്ന പാർട്ടിക്കിള്. എന്തെന്നാൽ ഇത്ര 3 ലൈനിൽ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് വെക്കുകയാണ്. കീ, എന്തെന്നാൽ കർത്താവ്
ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്. സകല ദേവന്മാരെയും കാൾ ഭയപ്പെടേണ്ടതാണ്. കണക്ഷൻ പോയോ? ഇല്ലല്ലോ. ഇല്ല. താങ്ക് യു. യെസ്. ഇങ്ങനെ ഇവിടെ ഈ 3 ലൈനിലൂടെ പറഞ്ഞതിന് മുഴുവനും ഒരു ഒറ്റ സാരസംഗ്രഹമായിട്ട് കൊണ്ടുവന്നൊരു കൺക്ലൂഷനിലേക്കാണ്. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്ത സ്തുത്യർഹമാനാണ്, സകല ദേവന്മാരെയും കാൾ ഭയപ്പെടേണ്ടവനാണ്. നോക്കിക്ക്, ഇവിടെ ഒരു വാക്ക് കയറി വന്നിരിക്കുന്നത് ദേവന്മാർ. ഇതെന്നതാ കാരണം? നമുക്കറിയാം ഈ ഏൻഷ്യന്റ് നിയർ ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത്, നമുക്കിപ്പോ ഈ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ പ്രദേശങ്ങളൊക്കെ കൂടിയാണല്ലോ. ഈ ഏൻഷ്യൻ നിയർ ഈസ്റ്റില് അവരുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് സമീപ പ്രദേശങ്ങൾ മുഴുവനും വിവിധ തരത്തിലുള്ള ആചാരങ്ങള് ഉണ്ടായിരുന്നു. അനേകം സാധാരണയ്ക്ക് അപ്പുറമായിട്ടുള്ള സകലത്തിലും ഒരു എല്ലാം ദൈവങ്ങളായിട്ട് കണ്ടിരുന്നു. ഒരു വലിയ പാറ, അത് ദൈവം; വലിയ മഴ വന്നാൽ അത് ദൈവം. അങ്ങനെയൊക്കെ കൂടെയുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ പറയുകയാണ്, ഇതിനെല്ലാം അന്ന് നിലവിലുണ്ടായിരുന്ന സകല ആചാരങ്ങൾക്കും, അതായത് ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് കാണുന്നത് ഇതൊന്നുമല്ല, ഇവർക്കെല്ലാം ഉന്നതനായ കർത്താവിനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇനി രണ്ടാമത്തേത് നമ്മൾ കണ്ടു, 3 വിധത്തിലുണ്ട് എന്നുള്ള. ഒന്ന്, കർത്താവിനെ സ്തുതിക്കാനായിട്ടുള്ള ആഹ്വാനമാണ്. ഇവിടെ രണ്ടാമത്തേത് പറയുന്നത് സിയോനെ കേന്ദ്രീകരിച്ചുള്ള ഗീതങ്ങളാണ് പറയുന്നത്. നോക്കിക്കേ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇത് പറഞ്ഞു തരാമെന്നുള്ളത്. ഇതിലും ഇന്നിപ്പോ നമ്മള് ജെറുസലേമിലേക്കൊക്കെ പോകുമ്പോൾ ഈ കുറച്ചും കൂടെ താഴെയായിട്ട് ഇങ്ങനെ ഒരു കവാടമുണ്ട്. 100-ാമത്തെ സങ്കീർത്തനത്തിന്റെ അകത്ത് നമ്മൾ പാടിയില്ലായിരുന്നു? എന്നതായിരുന്നു? എങ്ങനെ കവാടം കിടക്കണമെന്നാ പറഞ്ഞത്? മറന്നുപോയോ? മിടുക്കര് പറഞ്ഞ എല്ലാവരും മാർക്കിട്ടു. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. ഇത് കണ്ടോ ഇവിടെ? മിടുക്കര്. ഇത് കണ്ടോ? എല്ലാവരും ഈ സ്ലൈഡിലോട്ട് നോക്കണേ. എന്റെ ഇവിടെ മൗസ് കറങ്ങുന്ന നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. ഇങ്ങനെ താഴെ ഇങ്ങനെ ഒരു കേറി ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കണ്ട് ഇവിടെ ഒരു വലിയൊരു കവാടമുണ്ട്. ഈ കവാടം ഇവിടം കൃതജ്ഞതാ ഗീതത്തോടെ കടക്കുവിൻ. പിന്നെ വീണ്ടും പറയുന്നുണ്ട്, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കും. എന്തുകൊണ്ടോ? പല വിധത്തിലുള്ള അങ്കണങ്ങൾ കാണാനായിട്ട് പറ്റും ഇങ്ങനെ. പിന്നെ ഇതാണ് ജെറുസലേം ദേവാലയം. ഇത് കണ്ട ബലി അർപ്പിക്കുന്ന സ്ഥലങ്ങളും ഇങ്ങനെയുള്ള ഇതല്ല. ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ നമുക്ക് പിന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ സമയം പോലെ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുകയോ ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മുഴുവനും കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ബുക്സിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിന്റെ ചരിത്രം കൂടുതൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി സിയോനെ കേന്ദ്രീകരിച്ചുള്ള ഗീതങ്ങൾ, സങ്കീർത്തനം 84 എന്നെടുക്കാവോ? കിട്ടിയോ? ഒന്നാമത്തേത് അൺമ്യൂട്ട് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഉറക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് ധ്യാനാത്മകമായിട്ട് ഒന്ന് പാടിക്കോ. സൈന്യങ്ങളുടെ ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗീതം ആലപിക്കുന്നു. രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവിൻ ഒരു കൃപയുടെ സങ്കേതം കണ്ടെത്തുന്നുവല്ലോ. അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കടന്നു പോകുമ്പോൾ നിങ്ങളിത്
മനോഹരമായിട്ട് നിങ്ങളിത് ആലപിച്ചു. കൺഗ്രാചുലേഷൻസ്. പാടി എല്ലാ 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 കമ്മ്യൂണിറ്റിക്കും എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. നിങ്ങൾ മനോഹരമായിട്ട് പാടി. ഇനി ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ലൈന് ഞാൻ നിങ്ങളോട് ഒന്നാമത്തെ ലൈനിൽ വായിക്കുന്നതാണ്. നിങ്ങൾ ഇത് മുഴുവനും പാടി. ഓക്കെ, വളരെ മനോഹരമായിരിക്കും. ഇവിടെ ഈ മനുഷ്യന് എന്താ ചെയ്യുന്നത്? ഇദ്ദേഹം ഈ ദേവാലയത്തിന്റെ മുറ്റത്തേക്ക് ഇത് കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവാലയത്തിന്റെ അകത്തൊന്നും പ്രവേശിച്ചില്ല. ഈ ദേവാലയത്തിന്റെ മുറ്റത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം പാടുകയാണ്, കർത്താവേ അങ്ങയുടെ വാസസ്ഥലം. ഹലോ സിസ്റ്ററെ, എന്തോ അതെ, മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലേ ക്ലിയർ ആയിട്ട് കേൾക്കായിരുന്നു. ഓക്കെ ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോയേ. താങ്ക് യു സിസ്റ്റർ. നിങ്ങൾ മിടുക്കരാ. നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു ഒറ്റ ലൈനെ വായിക്കാവൂ, ഒറ്റ ലൈൻ വായിക്കാനാ പറഞ്ഞത്. കണ്ട് ഇത്രയും തീഷ്ണതയുള്ള സിസ്റ്റേഴ്സ്. എന്നാണെങ്കിലും നമ്മുടെ മാർക്ക് കുറെ 1000-ൽ ഇടേണ്ട വരും. ഇത് നിങ്ങൾ പാടുന്ന കേട്ട് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇനി 1 മാർക്ക് ഇടണേ. എല്ലാ കമ്മ്യൂണിറ്റി, അതായത് 10 പോയിന്റ്. നിങ്ങൾ സൂപ്പറായിട്ട് നിങ്ങൾ ചെയ്തു. ഇനി ഇവിടെ നോക്കിക്കേ, ഇനി നമ്മൾ ധ്യാനാത്മകമാക്കേണ്ട വിഷയമാണ്. സൈന്യങ്ങളുടെ കർത്താവേ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. ഈ ദേവാലയത്തിൽ വന്നിട്ട് പറയുന്നത്, സൈന്യങ്ങളുടെ കർത്താവേ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. നമ്മളുടെ ചാപ്പലിൽ വന്നു കഴിയുമ്പോഴും നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവേ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. നമുക്കൊരമ്മയുണ്ട്. ആ അമ്മ ഏത് മടത്തിൽ ചെന്നാലും ആദ്യം അമ്മ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും വീട്ടുകാരെ കൊണ്ടോ നാട്ടുകാരെ കൊണ്ടോ, എങ്ങനെയെങ്കിലും, നാട്ടുകാരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലല്ലോ, വീട്ടുകാരെ കൊണ്ടോ അല്ലെങ്കിൽ മടത്തിൽ നിന്ന് കാശുള്ള മടവാണെങ്കിൽ അങ്ങനെ അമ്മ എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഈ ചാപ്പലിലെ സക്രാരിയുടെ കളർ പോയതാണെങ്കിൽ അമ്മ അപ്പളേ തന്നെ അത് സക്രാരി പൂശിപ്പിക്കും. ഇങ്ങനെ അത് ഏറ്റവും മനോഹരമായിട്ട്. അതുപോലെ തന്നെ ചാപ്പലിൽ പെയിന്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ അത് എത്രയും പെട്ടെന്ന് പെയിന്റ് പിടിപ്പിച്ച് സൂപ്പറാക്കി അമ്മ അത് കൊണ്ടുവരാറുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം, എങ്ങനെയാണ് എൻ്റെ ദേവാലയം. ഇനി ഇത് ബാഹ്യമായിട്ടുള്ള ആലയം, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയമാകുന്ന ആലയം, എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കുന്ന എൻ്റെ ഹൃദയമാകുന്ന ആലയം എത്രമാത്രം അലങ്കൃതമാണ്. നമ്മള് പരിശീലന കാലഘട്ടത്തിലൊക്കെ പറയുമായിരുന്നു, മക്കളെ കാഴ്ചവസ്തുക്കൾ ഒരുക്കിക്കൊണ്ട് വേണം കേട്ടോ ബലിയർപ്പിക്കാൻ പോകാനായിട്ട്. നമ്മളൊരു കടയിൽ പോകുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സഞ്ചിയും കൊണ്ട് പോകും, പൈസ കൊണ്ടുപോകും, സാധനങ്ങളൊക്കെ മേടിക്കാൻ ബാഗ് ഷോപ്പറൊക്കെ കൊണ്ടുപോകും. പക്ഷേ ദേവാലയത്തിലോട്ട് പണം കൊണ്ടുപോകും. നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മൾ എന്നതാ കൊണ്ടുപോകുന്നത്? എന്നിട്ട് നമ്മൾ പറഞ്ഞു, ഈശോയെ സ്വീകരിച്ച് നമുക്ക് ഇരുത്താനായിട്ട് കസാര ഒരുക്കണം, ഈശോയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കണം. ഇങ്ങനെ ഒരുങ്ങി 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 എത്രമാത്രം നമ്മൾ ബലിയർപ്പിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എവിടെയാണ്? അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ഞാനൊക്കെ വലുതായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു നിയോഗം വെച്ചോ പ്രാർത്ഥിച്ചോ ഈശോയ്ക്ക് സമ്മാനങ്ങൾ ഒരുക്കിയോ ഇങ്ങനെയൊക്കെ ഇന്ന് ചോദിക്കാനായിട്ട് ചിലപ്പോഴൊക്കെ ഇച്ചിരി നാണോ മടിയിക്കുക, അല്ലെങ്കിൽ ചിലരോടൊക്കെ ചോദിക്കാനായിട്ട് എളിമപ്പെടാനായിട്ട് പറ്റുന്നില്ല. ഈ എൻ്റെ ദേവാലയത്തിന്റെ മുൻപിൽ, എൻ്റെ ഈ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് എൻ്റെ ഈശോ എഴുന്നള്ളി വരുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് വമിക്കുന്ന ദുർഗന്ധങ്ങളും കൊണ്ടും വൃത്തികേടുകൾ കൊണ്ടും എൻ്റെ ഹൃദയത്തിൽ നിന്നിറങ്ങി ഓടുകയാണോ ഈശോ ചെയ്യുന്നത്? അതോ എൻ്റെ ഹൃദയം കാണുമ്പോൾ എത്ര മനോഹരമാണ് എൻ്റെ വാസസ്ഥലം എന്ന് എൻ്റെ ഈശോയ്ക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടോ? 1. 2, എൻ്റെ ചാപ്പൽ എവിടെയാണ്? എൻ്റെ ചാപ്പലിലെ ആഴ്ച കിട്ടുമ്പോൾ മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്യുകയല്ല എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി, കൊച്ചുങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഞാനൊക്കെ വലുതായി പോയ അവസരങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടോ? എൻ്റെ മഠത്തിലെ എൻ്റെ ചാപ്പലിന്റെ വൃത്തി, എൻ്റെ ചാപ്പലിലെ ഫ്ലവർ വാസ്,
എന്റെ ചാപ്പലിലെ സക്രാരി, എന്റെ ചാപ്പലിന്റെ മനോഹാരിത. ഈ സങ്കീർത്തകനെ പോലെ എനിക്കും പറയാനായിട്ട് പറ്റിയ സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. ഇനി വീണ്ടും അവിടെ പറയുന്നതാണ്, എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു. ഞാൻ ഇതിനു മുൻപുണ്ടായിരുന്ന ഇടവകയിൽ ഒരു സാറുണ്ടായിരുന്നു. 52 വർഷം ഒരു ദിവസത്തെ പോലും കുർബാന മുടക്കാതെ. പിന്നെ അദ്ദേഹത്തിന് ക്യാൻസർ ആയി. എന്നിട്ട് പറയണം 52 മനുഷ്യവേദനയുടെ പറയുന്നതാണ്, എന്റെ കുർബാന മുടങ്ങുന്നു, അത് മാത്രമാണ് എന്റെ വേദന. 25 വർഷവും വേദപാഠം പഠിപ്പിച്ച മനുഷ്യൻ കുർബാന മുടങ്ങാതെ. നമുക്കൊക്കെ എത്രമാത്രം തീക്ഷ്ണതയുണ്ട്. ആരും ആരെക്കുറിച്ചും ചിന്തിക്കല്ലേ. എനിക്കൊക്കെ പറ്റിയത് മറ്റുള്ളവരെ നന്നാക്കാൻ പോയത് കൊണ്ട്, അതുകൊണ്ട് ഞാനൊന്നും നന്നായില്ല. ഒരു ധ്യാനം കൂടാൻ പോകുമ്പോൾ ഇതെന്റെ മദർ ഒന്ന് കേൾക്കുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. പക്ഷേ ഇവിടെ അവസാനം നമ്മുടെ ആത്മാവിന്റെ കണക്ക് ചോദിക്കേണ്ട സമയത്ത് എന്റെ മദർ അല്ലെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാം അവിടെ എത്തിക്കാണും. ഇനിയും ഏറ്റവും ആത്യന്തികമായിട്ട് വേണ്ടത് ക്ഷമയുടെ തലമാണ് നമ്മളുടെ കമ്മ്യൂണിറ്റികളിലൊക്കെ. ഈ അടുത്ത നാളിൽ ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ പറഞ്ഞതാണ്, ഏകദേശം 1 വർഷത്തോളമായി എൻ്റെ കമ്മ്യൂണിറ്റിയിൽ 2 പേര് തമ്മിൽ മിണ്ടിയിട്ടുണ്ട്. മിണ്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടും, ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ ഹൃദയപൂർവ്വം സംസാരിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും എങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടും? മത്തായിയുടെ സുവിശേഷം പറയുന്ന ബലിവസ്തു അവിടെ വെക്ക, നീ ബലി അർപ്പിക്കണ്ട. എനിക്ക് നിന്റെ എന്നതാണ് അമാവാസി, നിന്റെ ഉത്സവങ്ങളോടും എനിക്ക് വെറുപ്പാണ്. നിന്റെ ബലി എനിക്ക് വേണ്ട. ക്ഷമിക്കാത്ത ബലിയർപ്പണത്തിന് ഒരു വിലയില്ല. അതിലും ഭേദം ക്ഷമിക്കാൻ പറ്റാത്ത സഹോദരി ധ്യാനിക്കുന്ന സമയത്ത് പോയിട്ട് വല്ല തെങ്ങിന്റെ ചുവട് കളയ്ക്കുകയോ 2 വാഴ നടുകയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാരണന്മാര് പറയുന്നവര് അത് ഫലമുണ്ട്. നമ്മൾ വഴി നമ്മളുടെ ദേശം അബ്രാഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞൊരു കൽപ്പനയുണ്ട്, ദേശത്തെ ഉപേക്ഷിക്കുക, ബന്ധുജനങ്ങളെ ഉപേക്ഷിക്കുക, പിതൃഭവനത്തെ ഉപേക്ഷിക്കുക. അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. വലിയൊരു ജനതയെ നിനക്ക് ഞാൻ നൽകും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ആയിരിക്കുന്നിടത്ത് മുഴുവനും നീ ഒരു അനുഗ്രഹമായി മാറും. എന്റെ സാന്നിധ്യം എന്റെ കമ്മ്യൂണിറ്റിക്ക് ഒരു അനുഗ്രഹമാണോ? എന്റെ സാന്നിധ്യം എന്റെ ഇടവകയ്ക്ക് ഒരു അനുഗ്രഹമാണോ? എന്റെ സാന്നിധ്യം ഞാൻ ഇറങ്ങി വന്ന് എന്റെ കുടുംബത്തിനും ആ ദേശത്തിനും ഒരു അനുഗ്രഹമാണോ? അല്ല എന്നുണ്ടെങ്കിൽ ഒരു ആത്മശോധന ചെയ്യാം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ക്ഷമിക്കാത്ത പ്രാർത്ഥന ഒരിക്കലും എത്തുകയില്ല. ഒരിക്കലൊരു സഹോദരി പറഞ്ഞതാണ്, ഞാൻ ചോദിച്ചു, എന്നെ എത്ര ഒരു സുഖമില്ലല്ലോ, ആളോട് ഒന്ന് മിണ്ടിക്കൂടെ, നിങ്ങൾ ഒന്ന് ഹൃദയം തുറന്നൊന്ന് മിണ്ടിക്കൂടെ? അപ്പൊ എന്നോട് പറഞ്ഞ, സിസ്റ്ററെ അത്ര ഞാൻ വളർന്നിട്ടില്ല എന്ന്. ശരിയാ, വലിയവർക്ക് ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ. ഒരു പാട്ടില്ലേ, ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം. ഒരു അപ്പക്കഷ്ണത്തിനോളം ചെറുതാകണം എന്നുണ്ടെങ്കിൽ കുരിശോളം വലുതാകണം. അത് കൃപയാ. നമുക്കൊക്കെ വിശുദ്ധരാകാൻ വലിയ വിഷമമൊന്നുമില്ല, നമുക്കൊക്കെ പറ്റും. പക്ഷേ ഈ കൊച്ചു വിട്ടുവീഴ്ച ചെയ്യാൻ, ക്ഷമിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ കൃപയാണ്, വലിയ കൃപയാണ്. എളുപ്പമല്ല. ചെയ്യാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപില് പരസ്യമായി അധിക്ഷേപിക്കുകയും എവിടെയെങ്കിലും ഉയർന്നത് വഴികൾ വന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവനും വഴികൾ അടയ്ക്കുകയും കൊട്ടി അടയ്ക്കുകയും ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊന്നും ഇത് പറ്റുകയില്ല. നമുക്കൊരു ചെയ്ത നിമിഷം കണ്ണുകൾ അടയ്ക്കാം. എന്റെ ഈശോയെ, പറ്റുന്നില്ല. എന്റെ ഹൃദയമാകുന്ന ഈ ദേവാലയത്തിൽ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളാണ്, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ തിരിച്ചറിയുകയാണ്, എന്റെ അഹങ്കാരമാണ് എന്നെ ഇത്രമാത്രം അവസ്ഥയിൽ എത്തിച്ചേർത്തത്. ഞാൻ ഒരനുഗ്രഹമായി മാറാനായിട്ട് പറ്റുന്നില്ല ഈശോയെ. ക്ഷമിക്കാനുള്ളവരെ ഈശോ ഈ നിമിഷം കാണിച്ചു തരും. വിട്ടുകൊടുക്ക. ആ വ്യക്തികൾക്ക് ക്ഷമ കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വഴി നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയില്ല, ഭവന സമൂഹം അനുഗ്രഹിക്കപ്പെടുകയില്ല. നിങ്ങൾ വിട്ടുകൊടുത്താൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടവകകളിൽ നിന്ന് നിങ്ങൾക്ക് ദൈവവിളികൾ കിട്ടും.
പൂർണ്ണമായിട്ടും ക്ഷമിക്കാനായിട്ടുള്ള കൃപ തരണം. കുരിശിന്റെ ചുവട്ടിലോട്ട് വെച്ചു കൊടുത്തു. നാളത്തെ വിശുദ്ധ ബലി അർപ്പണത്തിന് അർപ്പിക്കുമ്പോൾ എനിക്ക് ക്ഷമിക്കാൻ ഒരു വ്യക്തിയും അവശേഷിക്കരുത്. കുരിശിന്റെ ചുവട്ടിൽ നിന്നും ഒഴുകുന്ന തിരുരക്തത്താൽ നമുക്ക് കഴുകാം. ഈശോയെ കരുണയാകണമേ. ഞങ്ങളുടെ പ്രോവിൻസ് കോൺഗ്രിഗേഷന് ഞങ്ങളായിരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. വിട്ടുകൊടുക്കുകയാണ്. ഒത്തിരി വേദനിക്കുന്നവരുണ്ട്, വിട്ടുകൊടുത്തുകൊള്ളുക. പക്ഷെ വെറുതെ ആകരുത്. വെറുതെ നിങ്ങളുടെ ഓരോ കണ്ണുനീർത്തുള്ളിയുടെ ഓരോ കണികകൾക്കും അതിലെ ഓരോ തന്മാത്രയ്ക്കും കോശത്തിനുമെല്ലാം കൊടാനുകൂടി ആത്മാക്കൾ കയറിപ്പോകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചോ, വലിയ കൃപ കിട്ടും. സാധിക്കുമെങ്കില് കൃപ വേണ്ടവര് സാധിക്കുമെങ്കില് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആരും അൺമ്യൂട്ട് ചെയ്യരുത്. എല്ലാവരുടെയും മ്യൂട്ടഡ് ആകട്ടെ. ആരും ഫോണിലോ കമ്പ്യൂട്ടറിലോ തൊടരുത്. നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ നിമിഷം ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പരസ്പരം എല്ലാവരും, അതായത് ഇന്ന് നിങ്ങളുടെ കമ്മ്യൂണിറ്റി അല്ല, നാളെ ഇതുവരെ വന്ന നിങ്ങൾ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ള നിങ്ങളുടെ മാതാപിതാക്കന്മാര്, നിങ്ങളുടെ അധികാരികള്, നിങ്ങളുടെ സമൂഹത്തിൽ ജീവിച്ചിട്ടുള്ളവര്, സ്വന്തം കൂടപ്പിറപ്പുകള്, എല്ലാവരോടും ആരോടൊക്കെ ഈ കമ്മ്യൂണിറ്റി നിങ്ങൾ മുമ്പിൽ കാണണ്ട എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നതിന്റെ പ്രതീകമായിക്കൊണ്ട് ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് കൃപ വേണ്ടവര് ക്ഷമ ചോദിച്ചോ, ദൈവാനുഗ്രഹം തരും. എല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയിൽ 5 പേരുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കുന്നിടത്തുനിന്ന് ക്ഷമ ചോദിച്ചോളത്, ദൈവം കൃപ തരും. തിരുരക്തമൊഴുകട്ടെ, തിരുരക്തമൊഴുകട്ടെ. ക്ഷമ ചോദിക്കുന്നവരുടെ കുടുംബങ്ങളെ ഈശോയെ അനുഗ്രഹിക്കണമേ. ക്ഷമ ചോദിക്കുന്ന വ്യക്തികൾ ഇന്ന് ആഗ്രഹിക്കുന്ന നിയോഗങ്ങളുടെ മേൽ ഈശോയെ കരുണയാകണമേ. അഭിഷേകം ചൊരിയണമേ ഈശോയെ. മുറിവേറ്റ ഹൃദയങ്ങളെ എവിടുന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. മാതാപിതാക്കന്മാരോട് ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ പ്രതീകമായിട്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അധികാരികളോട് ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ പ്രതീകമായിട്ട് ക്ഷമ ചോദിക്കുന്നു. കൂടെ ജീവിച്ച സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ പ്രതീകമായിക്കൊണ്ട് ഞങ്ങൾ പരസ്പരം ക്ഷമ ചോദിക്കുന്നു. ഈശോയെ കരുണയാകണമേ. തിരുരക്തം ഒഴുക്കണമേ, തിരുരക്തം ഒഴുക്കണമേ. ഈശോയെ നിന്നോളം വലുതല്ല ഈശോയെ ഞാൻ, എന്നോട് കരുണയാകണമേ. ഓക്കെ, ഈശോ വലിയ കൃപയും അഭിഷേകവും നമ്മളുടെ ജീവിതത്തിലേക്ക് തരും, യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഏതൊക്കെയോ കമ്മ്യൂണിറ്റികളിൽ നിന്ന് നിങ്ങൾ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ആ ക്ഷമ ചോദിച്ച കമ്മ്യൂണിറ്റികൾക്ക് പ്രത്യേക കൃപകൾ കിട്ടും. ഇനിയും ആരെങ്കിലും ക്ഷമ ചോദിക്കാനായിട്ട് പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. കാരണം മുറിവേറ്റിട്ടുണ്ട്. ഒരു പക്ഷേ ജീവിതത്തിന്റെ പല തലങ്ങളിൽ നിന്നാകാം. പോകട്ടെ, ദൈവം. ഓക്കെ, ഇനി ഇത് നമ്മൾ കാണുന്നതാണ്. ഇനിയും 84 സങ്കീർത്തനം നോക്കിക്കേ. 4-ാമത്തെ വചനം, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിനു മുൻപ് തന്നെ 3-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടു, എന്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരികിൽ പക്ഷി ഒരു സങ്കേതവും ഈവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. അങ്ങയുടെ ബലിപീഠത്തിൽ കൂട് കണ്ടെത്തുന്നല്ലോ. നോക്കിക്കേ, എവിടെയാ നമ്മളൊക്കെ വ്രതം ചെയ്തത്? വ്രതസമർപ്പണം ചെയ്ത് കഴിഞ്ഞിട്ട് ബലിപീഠത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളല്ലേ? ഈ സങ്കീർത്തനം ചെല്ലുമ്പോൾ ഒരിക്കലും മറക്കരുത്, ഞാനാണ് ഈ കുരികിൽ പക്ഷി. ഇങ്ങനെ കുരികിൽ പക്ഷിയുടെ പോലെ മീവൽ പക്ഷിയെ പോലെയും നമുക്ക് ഈ കുരുവികളൊക്കെ പള്ളിക്കകത്ത് തോന്നും. ഇപ്പൊ അത്രയും കാണുന്നില്ല. പണ്ടൊക്കെ നമുക്ക് എപ്പോഴും പള്ളിക്കകത്ത് കുരുവിയെ കാണായിരുന്നു. ഇങ്ങനെ മീവൽ പക്ഷിയെ പോലെയും കുരുവിൽ പക്ഷിയെ പോലെയും ദേവാലയത്തിലെ ബലിപീഠത്തിലെ കൂട് കണ്ടെത്തിയവരാണ് ഞാനാകുന്ന ഈ സമർപ്പിത. ഇനി നമുക്കൊന്നും അധികം നാളുകളില്ല സഹോദരിമാരെ. നമുക്ക് ഇനിയുള്ള നാൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം. എന്നൊക്കെ ഉണ്ടാക്കിയോ അവസാനം ഒന്നുമില്ല. ഇവിടെ അതുപോലെ തന്നെ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻ. ഈ ജീവിതം എന്നതിനെ കർത്താവിന്റെ ഏതെങ്കിലും മടത്തി ചാപ്പലില്ലാത്ത മടമുണ്ടോ? ഈ ദേവാലയത്തിൽ അവിടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്നതിനായിട്ടാണ് എന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഇനി ഇതിന്റെ വിലയും നിലയും തിരിച്ചറിയാൻ സാധിച്ചവർ ഭാഗ്യവാന്മാരെന്നാണ്
ഇവിടെ പറയുന്നത്. 6-ാമത്തെ വചനം ബാക്ക താഴ്വര പ്രതീകാത്മകമായിട്ടാണ് ആ ടേം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു താഴ്വരയെ എന്നാണ് ഭൂമിശാസ്ത്രപരമായിട്ടില്ല, ഇത് പ്രതീകാത്മകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇനി ബാക്ക താഴ്വരയിലൂടെ കടന്നു പോകുന്നവർ അവർ അതിനെ അതായത് ഇവിടെ നമ്മൾ ചിന്തിച്ചാൽ മതി, എന്റെ കമ്മ്യൂണിറ്റി ഒരു ബാക്ക താഴ്വരയാണോ? ഇനി ഈ താഴ്വരയിലൂടെ, അതായത് ഇവിടെ പറയുന്ന താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കുന്നു. ശരത്കാല വൃഷ്ടി അതിനെ എന്നാണ് ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. ഇവിടെ പറയുന്നത് ഇതാണ്, ഈ ബാക്ക താഴ്വര പ്രതീകമാകുമാണ്. വരണ്ടുണങ്ങിക്കിടക്കുന്ന ഒരു താഴ്വരയാണിത്. ഇതിലൂടെ ഞാനാകുന്ന വ്യക്തി കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? നീരുറവുകളുടെ താഴ്വരയാകുന്നു. അവർ പ്ലൂറലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ അതിനെ നീരുറവുകളുടെ, ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇടവക ഇങ്ങനെയായിരുന്നു. ഞാനാകുന്ന ഈ കമ്മ്യൂണിറ്റിയുടെ സാന്നിധ്യം അവിടെ ഒരു നീരുറവയാക്കുന്നുണ്ടോ? ഇനി ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. നമ്മളുടെ സാന്നിധ്യം, നമ്മളുടെ ഇടവകയിലെ നമ്മളുടെ കമ്മ്യൂണിറ്റികളാകുന്ന സാന്നിധ്യങ്ങൾ ഇങ്ങനെയുള്ള താഴ്വരകളെ അതായത് മരുഭൂമിയെ ഫലഭൂയിഷ്ടമായ പ്രദേശമാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ധ്യാന വിഷയം. അവർ കൂടുതൽ ശക്തിയാർജിക്കുന്നു. എങ്ങനെ? ബലിപീഠത്തിൽ കൂട് കണ്ടെത്തിയവര് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ വീണ്ടും വിളിക്കണം. എന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. യാക്കോബിന്റെ ദൈവമേ ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ അങ്ങയുടെ അഭിഷിക്തനെ കടാക്ഷിക്കണമേ. നോക്കിയ 10-ാമത്തെ വചനം, അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ജീവിതം കൊണ്ട് ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. ഒത്തിരി ഓടി അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തുകയാണ്. സമയം 8:02 എന്നറിയാം. ഞാനൊരു 3 മിനിറ്റും കൂടി എടുക്കുകയാണ്. ഞാൻ റോമിൽ പഠിച്ചത് ഒരു ഇറ്റാലിയൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ടാണ്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം പൂട്ടി 7 വർഷം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ 3 വർഷം ലൈസൻസും പിന്നെ 4 വർഷം ഡോക്ടറേറ്റും ഒക്കെ കൂടെ ആയിട്ട് ഈ 7 വർഷം കൊണ്ട് അവരുടെ പല കമ്മ്യൂണിറ്റികളും പൂട്ടി. ഞാൻ 7-ാമത്തെ വർഷം അവരുടെ ജനറൽ ഹൗസ് ടൂറിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്കൂളിന്റെ മുകളിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഒരു അമ്മ എന്നെ ഞങ്ങളെ കാണിച്ചു തരാൻ, സിസ്റ്ററെ മോളെ ഈ കാണുന്ന ഈ ഒരു വഴി മുഴുവനും ഞങ്ങളുടേതായിരുന്നു. ഇന്ന് ഈ ഏതാനും കെട്ടിടങ്ങള് മാത്രമായിട്ട് നിൽക്കുകയാണ്. ഈ സ്കൂള് പണിയാനായിട്ട് ഞാനൊക്കെ കല്ലും മണ്ണും ചുമന്നിട്ടുള്ളതാണ്. ഇന്നൊന്നുമില്ല, മുഴുവനും ഗവൺമെന്റ് ഏറ്റെടുത്തു. ഇന്നും നമ്മളൊക്കെ ഇങ്ങനെ പല താഴ്വരകളിലൂടെ നമ്മളൊക്കെ നടക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ തന്നെ ബാക്ക താഴ്വരകളാക്കി മാറ്റി. ചില താഴ്വരകളൊക്കെ ബാക്ക താഴ്വരകളായിരുന്നത് നമ്മളൊക്കെ ഫലഭൂഷ്ടിയുള്ളതാക്കി. പക്ഷേ ഇവിടെ ഈ അന്യസ്ഥലത്ത് 1000 ദിവസങ്ങളെക്കാൾ പറയുന്ന പ്രാർത്ഥന നമ്മൾ കണ്ടു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും അത് മുഴുവനും ഇതിലേക്ക് കടന്നു പോയി കഴിഞ്ഞാലും എന്റെ തമ്പുരാന്റെ മുൻപിൽ എനിക്കായിരിക്കാൻ സാധിച്ചെങ്കിൽ അതിന് മാത്രമേ വിലയുള്ളൂ. അമ്മ പറഞ്ഞത് ഇതാണ്, എന്റെ പൊന്നു കൊച്ചെ, ഇപ്പം ഒന്നുമില്ല, ആത്മാവുമില്ല, ശരീരവുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ക്ഷയിക്കുകയാണോ വളരുകയാണോ? ക്ഷയിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ബാക്ക താഴ്വരകളാണ് ഇന്നലകളുടെ നമ്മളുടെ അവശിഷ്ടങ്ങള്. നമ്മളൊക്കെ വളരുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കൂടുന്ന നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന